നമസ്കാരം. അഭിനേതാവായും തിരക്കഥാകൃത്തായുമൊക്കെ ശ്രദ്ധേയനായതാണ് ശ്രീനിവാസൻ. ശാരീരിക ബുദ്ധിമുട്ടുകളായതിനാൽ സിനിമയിൽ അത്ര സജീവമല്ല അദ്ദേഹം. ആശുപത്രിയിലായതും അസുഖം മാറി വരുന്നതിനെക്കുറിച്ചുമെല്ലാം ഭാര്യയും മക്കളും പറഞ്ഞിരുന്നു. നിഴല് പോലെ അദ്ദേഹത്തിനൊപ്പം വിമല കൂടെ ഉണ്ടായിരുന്നു. 48 വർഷത്തോളമായി മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാപ്രതിഭ ശ്രീനിവാസന്റെ മരണം മലയാളികളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 69 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തൃപ്പൂണിത്തറയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കണ്ണൂർ ഭാട്യം സ്വദേശിയാണ്. സിനിമയിൽ സജീവമായ ശേഷം എറണാകുളത്താണ് താമസമായിരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ശാരീരികമായ അവശതകളും അസുഖങ്ങളും മൂലം ചികിത്സയിലായിരുന്നു താരം. അതിനാൽ തന്നെ അഭിനയത്തിൽ നിന്നും എഴുത്തിൽ നിന്നുമെല്ലാം വിട്ടുനിൽക്കുകയായിരുന്നു. ശനിയാഴ്ച പുലർച്ചെയോടെ ശാരീരിക സ്ഥിതി മോശമായതിനെ തുടർന്ന് എറണാകുളം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നാലെയാണ് മരണം സംഭവിച്ചത്. കുറച്ചു കാലം മുമ്പ് ഹൃദയാഘാതം സംഭവിക്കുകയും പിന്നീട് ചികിത്സ തേടി ജീവിതത്തിലേക്ക് തിരികെ എത്തുകയും ചെയ്തിരുന്നു താരം. പക്ഷേ 2025 വിടവാങ്ങുമ്പോൾ മലയാളികൾ ഏറ്റവും വലിയ നഷ്ടമായി കരുതാൻ പോകുന്നത് ശ്രീനിവാസന്റെ വേർപാട് തന്നെയാകും. രോഗശൈലിയിലായിരുന്നുവെങ്കിലും ഒന്നിനെയും കൂസാത്ത പ്രകൃതക്കാരനായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരൻ അവയെല്ലാം അതിജീവിച്ച് തിരികെ വരുമെന്ന പ്രതീക്ഷ സിനിമാ പ്രേമികൾക്കുണ്ടായിരുന്നു. നല്ല നടൻ, നല്ല തിരക്കഥാകൃത്ത്, നല്ല സംവിധായകൻ, അതിനുമപ്പുറം നല്ലൊരു വ്യക്തിത്വം കൂടിയായിരുന്നു മലയാളികളുടെ ശ്രീനി. നായക സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ച പച്ചയായ നടൻ. അദ്ദേഹത്തിന്റെ എഴുത്തിനെ പ്രണയിക്കുന്നവരാണ് ഏറെയും. ആശയപരമായി എതിർപ്പുള്ളവർ പോലും അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്ത ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. കാലം എത്ര പിന്നിട്ടാലും മലയാള സിനിമയിൽ മറ്റൊരു ശ്രീനി ഉണ്ടാവുകയില്ല. കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് ഉച്ചവരെയും എറണാകുളത്തെ ടൗൺ ഹാളിലേക്കും കണ്ടനാട്ടെ വസതിയിലേക്കും ജനങ്ങളുടെയും കലാകാരന്മാരുടെയും ഒഴുക്കായിരുന്നു. തെന്നിന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും അനുശോചനം രേഖപ്പെടുത്തി. നടൻ സൂര്യ, പാർത്ഥിപൻ തുടങ്ങിയവർ സമയം കണ്ടെത്തി കണ്ടനാട്ടെ വസതിയിലെത്തി അനുശോചനം അറിയിച്ചു. ശ്രീനിക്ക് അരികിലേക്ക് ആദ്യം ഓടിയെത്തിയവർ അദ്ദേഹത്തിന് എന്നും പ്രിയപ്പെട്ടവരായ മോഹൻലാലും മമ്മൂട്ടിയുമായിരുന്നു. ഏറെ നേരം പ്രിയ സുഹൃത്തിന് അരികിലിരുന്നു. പുതുതലമുറയിലെ താരങ്ങളായ നസ്ലിനും നിഖിലയും ശ്രീനാഥ് ബാസിയും മുതൽ മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർ വരെയും ശ്രീനിവാസനെ അവസാനമായി കാണാൻ എത്തിയിരുന്നു. പക്ഷേ നടി മഞ്ജു വാര്യരുടെ സാന്നിധ്യം എവിടെയും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സിനിമകളൊന്നും ഇല്ലെങ്കിലും ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല ധ്യാൻ ശ്രീനിവാസനുമായും നല്ലൊരു സൗഹൃദം മഞ്ജു കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. 4 വർഷം മുമ്പ് കണ്ടനാട്ടെ ശ്രീനിയുടെ വീട്ടിൽ മഞ്ജു എത്തിയിരുന്നു. അന്ന് ധ്യാൻ തയ്യാറാക്കിയ ബിരിയാണി ശ്രീനിവാസനും കുടുംബത്തോടുമൊപ്പം കഴിച്ച് ആസ്വദിക്കുന്ന ചിത്രങ്ങൾ മഞ്ജു പങ്കിടുകയും ചെയ്തിരുന്നു. ധനിൽ ബാബു സംവിധാനം ചെയ്ത നയനമമ്മിൽ മഞ്ജു വാര്യരും ധ്യാൻ ശ്രീനിവാസനും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. അവിടെ മുതലാണ് ഇരുവരും തമ്മിൽ ശക്തമായ സൗഹൃദം തുടങ്ങിയത്. ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയില്ലെങ്കിലും പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ച് നടി എത്തിയിരുന്നു. എന്തു പറഞ്ഞാലും ഉച്ചത്തിലുള്ള ചിരിയിൽ അവസാനിക്കുന്ന ശ്രീനിയേട്ടൻ ഇതാദ്യമായി തന്നെ കരയിപ്പിച്ചു എന്നാണ് മഞ്ജു പറഞ്ഞത്. ഇല്ലാതാകുന്ന ഒരു ശരീരം മാത്രമാണെന്നും ആ പേര് ഇനിയും പല കാലം പലതരത്തിൽ ഇവിടെ ജീവിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുവെന്നും മഞ്ജു കുറിച്ചിരുന്നു. പൊതുവെ മലയാളത്തിലെ സീനിയർ അഭിനേതാക്കളുടെയോ സിനിമാ പ്രവർത്തകരുടെയോ സംസ്കാര ചടങ്ങുകളിൽ മഞ്ജുവിന് സാന്നിധ്യം ഉണ്ടാവാറില്ല. സിനിമാക്കാരുടെ വിവാഹം, പിറന്നാൾ, വെഡ്ഡിംഗ് ആനിവേഴ്സറി തുടങ്ങിയ ചടങ്ങുകളിലും മഞ്ജുവിനെ മാത്രം കാണാറില്ല. മലയാള സിനിമയിലെ മുൻനിര നടിയായിരുന്നിട്ടും മഞ്ജു എന്തുകൊണ്ട് ശ്രീനിവാസനെ അവസാനമായി കാണാൻ എത്തിയില്ലെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾ ഉയരുന്നത്. നടിയെ ആക്രമിച്ച കേസും വിവാദങ്ങളും ദിലീപിനെ കുറ്റമുക്തനാക്കിയ വിധിയുമെല്ലാം വന്ന ശേഷം മഞ്ജു ഒരു പൊതുവേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ശ്രീനിവാസന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം ഓടിയെത്തിയവരിൽ ദിലീപ് ഉണ്ടായിരുന്നു. ചിത എരിഞ്ഞു തീരും വരെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. മഞ്ജുവിന്റെ പ്രിയ സുഹൃത്തുക്കളായ കുഞ്ചക്കോ ബോബൻ, രമേശ് പിഷാരടി തുടങ്ങിയവരെല്ലാം ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. അതേസമയം ഇന്നും ഇന്നലെയുമായി എല്ലാവരെയും വേദനിപ്പിക്കുന്നത് ശ്രീനിവാസന്റെ ഭൗതിക ദേഹത്തിന് സമീപം തോരാത്ത മിഴികളുമായി ഇരിക്കുന്ന മക്കളായ വിനീതിന്റെയും ധ്യാനിന്റെയും വീഡിയോകളും ചിത്രങ്ങളുമാണ്. ഒരുപാട് സെലിബ്രിറ്റികളുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും വേർപാടുകൾ മലയാളികൾ കണ്ടിട്ടുണ്ടെങ്കിലും അച്ഛന്റെ മൃതദേഹത്തിന് അരികെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്ന ആൺമക്കളെ വളരെ വിരളമായി മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. എത്രയേറെ തങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു അച്ഛനെന്ന് ഇരുവരുടെയും കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ്. എല്ലാ അഭിമുഖങ്ങളിലും അച്ഛൻ ശ്രീനിവാസനെ കുറിച്ച് ഇരുവരും സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ 3 പേരും തമ്മിൽ ഇത്രയേറെ ആത്മബന്ധം പുലർത്തിയിരുന്നുവെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. അതേസമയം മലയാളികളുടെ ശ്രീനിയെയും മക്കളെയും കുറിച്ച് നടൻ ഹരീഷ് പേരടി എഴുതിയ കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. ഈ മക്കളുടെ പൊട്ടിക്കരച്ചിൽ വലിയ രാഷ്ട്രീയമുണ്ട്. ഒരച്ഛൻ മക്കൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ രാഷ്ട്രീയം. ജീവിക്കുന്ന കാലത്ത് മക്കളെ തന്റെ ഇഷ്ടങ്ങളുടെ അടിമകളാക്കാതെ തന്നോട് തർക്കിക്കാനും വിയോജിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന രാഷ്ട്രീയം. അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ സ്വാതന്ത്ര്യം രുചിച്ച മക്കൾ ഇങ്ങനെ പൊട്ടിക്കരയും. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത എനിക്ക് രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കാൻ അവസരം തന്ന എന്നേക്കാൾ 46 വയസ്സ് വ്യത്യാസമുള്ള എന്റെ അച്ഛൻ എന്റെ 20ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ഞാൻ പൊട്ടി കരഞ്ഞിരുന്നു. ഇഷ്ടപ്പെട്ട നാടകം കളിച്ച് ജീവിക്കാൻ കാവൽ നിന്ന ഒരു വരുമാനമില്ലാത്ത കാലത്ത് അന്യജാതിയിൽപ്പെട്ട ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവളെ
വിളക്കും താലവും എടുത്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ കുളൂർ മാഷയെയും മധുമാഷയെയും സുധാകരേട്ടനെയും കെട്ടിപ്പിടിച്ച് ആർത്താർത്ത് കരഞ്ഞിരുന്നു. ആ സ്വാതന്ത്ര്യത്തിന്റെ കണ്ണീരാണ് നമ്മുടെ ജീവിതത്തിന്റെ വേരുകൾക്ക് ആത്മബലം നൽകുന്നത്. ഉറക്കെ കരയുക, സ്വതന്ത്രരാവുക എന്നായിരുന്നു ഹരീഷ് പേരാടിയുടെ കുറിപ്പ്. ഹരീഷിന്റെ വാക്കുകളെ അനുകൂലിച്ചാണ് കമന്റുകൾ ഏറെയും. ധ്യാനിന്റെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിലാണ് ഏറെയും പേരെ വിഷമിപ്പിച്ചത്. ഇക്കാലം അത്രയും ധ്യാനിന്റെ സംരക്ഷണയിലായിരുന്നു ശ്രീനിവാസൻ. സെലിബ്രിറ്റി വീടുകളിൽ കാണാത്ത അപൂർവ കാഴ്ച. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ സഹോദരങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുന്നത് വിരളമാണ്. ഈ മക്കളെ ഇങ്ങനെ സ്നേഹത്തോടെ വളർത്തിയതിന് പ്രശംസ അറിയിക്കുന്നത് അച്ഛനും അമ്മയും തന്നെയാണ്. ശ്രീനിവാസന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഭാര്യ വിമലയും വിനീതും ധ്യാനും തന്നെയാണ്. ഭാഗ്യം ചെയ്ത ആത്മാവ്. എപ്പോഴും ചിരിച്ചു കാണുന്ന ധ്യാനെ ആദ്യമായി ഇങ്ങനെ കണ്ടപ്പോൾ ഹൃദയഭാരം കൂടുന്നു. മരിക്കുമ്പോൾ കരയാൻ പെൺമക്കൾ വേണമെന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയാണ് എന്നിങ്ങനെ നീളുന്നു ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ. വേണ്ടപ്പെട്ടവരുടെ സ്വകാര്യത മാനിക്കാതെ അവിടെ ഇമോഷൻസ് വിറ്റ് TRP കൂട്ടാൻ മീഡിയകൾ ശ്രമിച്ചുവെന്ന വിമർശനവും ഉയർന്നിരുന്നു. സുപ്രിയ മേനോൻ അടക്കമുള്ളവർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ സ്വകാര്യത മാനിക്കാതെ മൊബൈൽ ക്യാമറകളുമായി തിരക്ക് കൂട്ടുന്നവർക്കെതിരെയാണ് സുപ്രിയ പ്രതികരിച്ചത്. ദുഃഖം എന്നത് തികച്ചും വ്യക്തിപരമായ ഒരു വികാരമാണ്. പ്രിയപ്പെട്ട ഒരാളെ വിയോഗത്തിൽ ശാന്തമായി വിലപിക്കാൻ പോലും കഴിയാത്ത വിധം ഒരു കുടുംബം ശ്വാസം മുട്ടുന്നത് കാണേണ്ടി വരുന്നത് ദാരുണമാണ്. എവിടെയും ക്യാമറകളും മൊബൈൽ ഫോണുകളും മാത്രം. മരിച്ചുപോയവർക്കും അവർ ബാക്കി വെച്ച് പോയവർക്കും കുറച്ചുകൂടി മര്യാദ നമ്മൾ നൽകേണ്ടതല്ലേ എന്നാണ് സുപ്രിയ വിമർശിച്ച് ചോദിച്ചത്. അതേസമയം സിനിമാ ലോകം ഒന്നടങ്കം ശ്രീനിവാസന് യാത്രാമൊഴി നൽകാനെത്തിയിരുന്നു. ആശുപത്രിയിലും പൊതുദർശനത്തിന് വെച്ചപ്പോഴുമെല്ലാം സഹപ്രവർത്തകർ എത്തിയിരുന്നു. വീട്ടുമുറ്റത്തായിരുന്നു ശ്രീനിവാസന് അന്ത്യവിശ്രമം ഒരുക്കിയത്. ജനപ്രവാഹമായിരുന്നു വീട്ടിലേക്ക് എത്തിയത്. അന്ത്യകർമ്മം ചെയ്യുമ്പോഴും ചടങ്ങുകളുടെ ഇടയിലെയും വൈകാരിക നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. സങ്കടം അടക്കിപ്പിടിച്ച് നിൽക്കുകയായിരുന്ന വിനീതും ധ്യാനും. ഇടയ്ക്ക് വെച്ച് ഇരുവരും കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. അച്ഛന്റെ എല്ലാമെല്ലാമായ കൂട്ടുകാരൻ സത്യൻ അന്തിക്കാടിനെ കണ്ടപ്പോഴും ഇരുവരും വിങ്ങിപ്പൊട്ടിയിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ശ്രീനെ കാണാൻ പോവാറുള്ളതാണ്. വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് നേരത്തെ വിളിച്ച് പറയാറുണ്ട്. സത്യേട്ടൻ വരുന്നുവെന്ന് കേട്ടാൽ മുതൽ ശ്രീനേട്ടൻ കുളിച്ച് റെഡിയായിരിക്കും. അന്തിക്കാട് നിന്നും വണ്ടി ഓടിച്ച് എത്തേണ്ടേയെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പഴയ കഥകളും ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ഒരു പൊളിറ്റിക്കൽ സിനിമ ചെയ്യണമെന്ന് കരുതിയിരുന്നു. ഇതുവരെ അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനി നടക്കില്ലെന്ന് ഉറപ്പായല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് എന്നുമായിരുന്നു സത്യൻ അന്തിക്കാട് പറഞ്ഞത്. ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ കിട്ടാതെ ഇടറിയതോടെ സംസാരം മുഴുമിപ്പിക്കാതെ മാറിപ്പോവുകയായിരുന്നു അദ്ദേഹം. വീട്ടിനകത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മൃതദേഹം ചിതയിലേക്ക് വെച്ചപ്പോഴായിരുന്നു ധ്യാൻ വിനീതിനോട് അച്ഛന്റെ പേനയും പേപ്പറും വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. എല്ലാവർക്കും എന്നും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്നായിരുന്നു പേപ്പറിൽ സത്യൻ അന്തിക്കാട് എഴുതിയത്. അദ്ദേഹം തന്നെ ആ പേപ്പറും പേനയും ശ്രീനിയുടെ നെഞ്ചിലേക്ക് വെക്കുകയായിരുന്നു. പോക്കറ്റിൽ നിന്നും തൂവാലയെടുത്ത് കണ്ണീരൊപ്പുകയായിരുന്നു അദ്ദേഹം. അരികിലായി ധ്യാനും വിനീതും വിമല ടീച്ചറും അർപ്പിതയും ദിവ്യയും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛനെ അത്രമേൽ മനസ്സിലാക്കിയ സത്യനങ്കിൾ തന്നെ ആ കർമ്മം ചെയ്യട്ടെ എന്നായിരുന്നു ധ്യാൻ വിനീതിനോട് പറഞ്ഞത്. ഏറ്റവും അടുത്ത സുഹൃത്തിനെ അനുസ്മരിക്കുക എന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. പ്രായം കൂടി വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ചില സമയത്ത് വല്ലാതെ ഇമോഷണൽ ആവും. ഇപ്പോൾ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് സംസാരിക്കാൻ പറ്റും. എൻ്റെ ഉള്ളിൽ ഇമോഷണലായ ഒരു ലെയറുണ്ട്. അത് പൊട്ടിപ്പോവാതെ ഇരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ശ്രീനി കൂടി വരുമ്പോഴാണ് എനിക്ക് പൂർണ്ണത വരുന്നത്. എൻ്റെ ഒരു ഭാഗം പോയതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അസുഖകാലങ്ങളിലൊക്കെ കുറച്ച് ദൂരെ ആയാലും ശ്രീനിയെ ഞാൻ പോയി കാണാറുണ്ടായിരുന്നു. രാവിലെ പോയാൽ വൈകിട്ടാണ് വരുന്നത്. ശ്രീനി വന്നതോടെയാണ് എൻ്റെ സിനിമാ ജീവിതത്തിന്റെ ദിശ ഞാൻ തിരിച്ചറിയുന്നത്. TP ബാലഗോപാലൻ MAയിലൂടെയാണ് ഞാൻ എൻ്റെ ട്രാക്ക് കണ്ടെത്തിയത്. ശ്രീനി എനിക്ക് സുഹൃത്ത് മാത്രമല്ല, ഗുരുനാഥനും കൂടിയായിരുന്നു. ശ്രീനിയിൽ നിന്നും പഠിച്ച കാര്യങ്ങളാണ് ഞാൻ എഴുതുമ്പോഴും മറ്റുള്ളവരുടെ കഥ എടുക്കുമ്പോഴും ഓർക്കാറുള്ളത്. ഈ അടുത്ത് ചെയ്ത് ഹൃദയപൂർവ്വം വരെ ശ്രീനിയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചാണ് ചെയ്തത്. ഒരു വലിയ കാലഘട്ടം ഞങ്ങൾ ഒന്നിച്ചാണ് താമസിച്ചത്. വഴക്കിടാറൊക്കെയുണ്ട് ഞങ്ങൾ. പിറ്റേ ദിവസം ആരെങ്കിലും ഒരാൾ സോറി പറയും. അതോടെ അത് തീരും. എൻ്റെ മാരുതിക്കാറിൽ ഞങ്ങൾ കറങ്ങാത്ത സ്ഥലങ്ങളില്ല എന്നുമായിരുന്നു ശ്രീനിവാസനെ അനുസ്മരിപ്പിക്കുന്നതിനിടെ സത്യൻ അന്തിക്കാട് പറഞ്ഞത്.